ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലൂയിജി പിയാന്തോ എഴുതിയിട്ടുള്ള വാർ എന്ന എസ്സേൻ്റെ സമ്മറിയാണ്. ലൂയിജി പിയാന്തലോ ഇറ്റാലിയൻ പ്ലേ റൈറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. സിസിലിയിൽ ജനിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് റോമിലും പിന്നീട് ബോൺ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചു. 1891 ഫിലോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തു. കുറച്ചു കാലം ടീച്ചറായി വർക്ക് ചെയ്തിരുന്നു. പിന്നീട് ലിറ്ററേച്ചറിലേക്ക് കരിയർ മാറ്റിവെച്ചു. പ്ലേ റൈറ്റ് എന്ന നിലയിൽ വേൾഡ് വൈഡ് റെപ്യൂട്ടേഷൻ അദ്ദേഹം നേടിയെടുത്തു. ഹിസ് ബെസ്റ്റ് നോൺ പ്ലേസ് ആർ 6 Character in Search of an Author ആൻഡ് ഹെൻറി ഫോർത്ത്. അദ്ദേഹമാണ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള തിയേറ്റർ വിത്തിൻ തിയേറ്റർ കണ്ടുപിടിച്ചത്. ഈ ഒരു എസ്സേയിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ വെൽഫെയറിനും സെക്യൂരിറ്റിക്കും വേണ്ടി തങ്ങളുടെ മക്കളെ അവർ വാറിന് അയച്ചു. അതിനുശേഷം ഒരു മാതാപിതാക്കൾക്കുണ്ടാവുന്ന അവരുടെ വേദനകളും അവരുടെ എക്സ്പീരിയൻസുമാണ് ഈ ഒരു എസ്സേയിൽ പിക്ചറൈസ് ചെയ്യുന്നുള്ളത്. ആദ്യമായി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും അവരുടെ ബിഹേവിയറാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അന്നോട്ടേഷൻ എഴുതുന്ന സമയത്ത് എല്ലാ അന്നോട്ടേഷൻ എഴുതുന്ന സമയത്തും ഈ ഞാൻ പറയാൻ പോകുന്നുള്ള അന്നോട്ടേഷൻ എക്സ്പ്ലനേഷന് ഉൾപ്പെടുത്താം. ഫസ്റ്റ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ വിത്തിൻ തിയേറ്റർ എഴുതാം. പിന്നെ അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു എന്ന് എഴുതാം. പിന്നെ ഓർഡിനറി മെന്നിൻ്റെയും വിമൻ്റെയും ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വാർ എന്ന എസ്സേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഒരു ഇൻട്രോ ആയി എഴുതാം. റോമിൽ നിന്നുള്ള നൈറ്റ് എക്സ്പ്രസ് ഫാബ്രിയാനോയിൽ നിന്നു. നേരം പുലർന്ന സമയത്ത് അതിലേക്ക് ഒരു സ്ത്രീയും ഒരു പുരുഷനും സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. ആ സ്ത്രീ എന്നുള്ളത് ഒരു ബൾക്കിയായ സ്ത്രീയും പുരുഷനൊരു പെയിൽ ഫേസ്ഡ് മാനും ആയിരുന്നു. അതിൽ ഓൾറെഡി 5 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. പുരുഷനെ കാണുന്ന സമയത്ത് ഒരു പൊളൈറ്റ്, ഒരു മര്യാദയുള്ളവനായിട്ടാണ് കാണുന്നുള്ളത്. പക്ഷേ ആ സ്ത്രീ ഒരു മിസറബിൾ ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു. ഷി വാസ് അൺഹാപ്പി. അവളുടെ മിസറിക്കുള്ള കാരണം അദ്ദേഹം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, 20 വയസ്സുള്ള തങ്ങളുടെ ഏക മകന് വേണ്ടി തങ്ങൾ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരിക്കുകയാണ്. അവർ വിചാരിച്ചത് അവന് കുറഞ്ഞത് ഒരു 6 മാസത്തേക്കെങ്കിലും അദ്ദേഹത്തെ മുന്നണിയിലേക്ക് അയക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ തന്നെ അവന് യുദ്ധമുഖത്തേക്ക് പോവുകയാണ് എന്ന് അവർക്ക് അറിയിപ്പ് ലഭിച്ചു. അവനെ യാത്ര അയക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നുള്ളത്. ഇത് കാരണമാണ് ആ സ്ത്രീ ഭയങ്കര മിസറബിളായി തോന്നിയിട്ടുള്ളത്. ആ മിസറബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ലൂയിജി ഇവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷി വാസ് ഇറിറ്റേറ്റഡ്, ഷി വാസ് ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ മൂലം അവളുടെ മുഖം ചുളിഞ്ഞിരിക്കുകയായിരുന്നു. റിഗ്ലിംഗ്, ഒരു വിറക്കുന്ന ഒരു ഫേസും ശരീരമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ആൻഡ് ഗ്രൗളിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദത്തിൽ ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവൾ. ആൻഡ് അവളുടെ കോട്ടിൻ്റെ കോളർ കൊണ്ട് അവളുടെ മുഖം അവൾ ഇങ്ങനെ മറച്ചിരുന്നു. ഇതാണ് ഇവിടുത്തെ മിസറബിൾ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത വേർഡ്സും ആക്ഷൻസും. ഷി ഫെൽറ്റ് ദാറ്റ് ഈ ഒരു എക്സ്പ്ലനേഷന് കൊണ്ട് ആൾക്കാർക്ക് യാതൊരു സിമ്പതിയും ഉണ്ടാവാൻ പോകുന്നില്ല അവരോട്. ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ ശരിക്കും യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ളവരുടെ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുകയാണ് അവിടെ ഉണ്ടാവുന്നുള്ളത്. ഇതിലൂടെ സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരായ യാത്രക്കാരുടെ മനസ്സിലെ വികാരങ്ങളും രചയിതാവ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായി അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഒരു പാസഞ്ചറിൽ പെട്ട ഒരാൾ അവരുടെ സ്വന്തം അനുഭവം പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുടെ മകൻ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ യുദ്ധഭൂമിയിലെത്തിയിരുന്നു. 2 പ്രാവശ്യം മുറിവേറ്റ് തിരിച്ചു വന്നെങ്കിലും വീണ്ടും അവൻ ഇപ്പോഴും ആ ഒരു യുദ്ധഭൂമിയിൽ തന്നെയാണുള്ളത്. ഈ ഒരു കാഷ്വൽ കോൺവെർസേഷൻ സ്വന്തം രാജ്യത്തിന് വേണ്ടി മക്കളെ ബലിയർപ്പിക്കുന്ന പാരൻസ് അനുഭവിക്കുന്ന അവരുടെ ഇമോഷൻസ്, അവരുടെ വിഷമങ്ങളാണ് ഇവിടെ പറയുന്നുള്ളത്. താൻ അനുഭവിക്കുന്ന വേദന ഏറ്റവും മോശമാണ് എന്നാണ് ഓരോ പാരൻസും ഇവിടെ കരുതുന്നുള്ളത് എന്നാണ് ലൂയിജി പറയുന്നുള്ളത്. പിന്നീട് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലെ ഈ ഒരു കാഷ്വൽ ടോക്ക് എന്നത് യുദ്ധത്തിലെ അൺഹാപ്പി സൈഡിലേക്ക് തിരിയുന്നുണ്ട്. ഇവിടെ പറയുന്നു, നമ്മുടെ മക്കൾക്ക് മുറിവുണ്ടാകുന്നതോ അവർ സാക്രിഫൈസ് ചെയ്യുന്നതോ കാണുമ്പോൾ ആ ഒരു നഷ്ടം ഏതൊരു പാരൻസിനും സഹിക്കാൻ പറ്റാത്തതാണ്. അത് മറ്റുള്ളവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഓരോ കുട്ടികളും ഇറീപ്ലേസബിളാണ്. ഒരു കുട്ടി മരിച്ച് മറ്റേ കുട്ടി ജീവിച്ചാലും ആ ഒരു പാരൻറ്റിന് ആ ഒരു നഷ്ടം സഹിക്കാൻ പറ്റില്ല. ബിക്കോസ് ഓരോ കുട്ടിയും യുണീക്കാണ്. ഒരാളെയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദ മാൻ സേസ്, കുട്ടികൾ രാജ്യത്തിൻ്റെതാണ്.
ചിൽഡ്രൻ ആർ നോട്ട് ബോൺ ഫോർ ദ കൺട്രി. പക്ഷേ അവർ ജനിച്ചത് മുതൽ പാരൻസിൻ്റെ ജീവിതം മുഴുവനും അവർക്കായിരിക്കും. അവരുടെ ചുറ്റുമായിരിക്കും പാരൻസ് ഉണ്ടാവുക. മാതാപിതാക്കൾ കുട്ടികളുടേതാണ്. സോ ഓരോ കുട്ടിയുടെയും ഐഡിയാസും അവരുടെ ഗോൾസും അക്സെപ്റ്റ് ചെയ്യൽ ഒരു പാരൻറ്റിൻ്റെ കടമയാണ്. കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളുടേതല്ല, മറിച്ച് പാരൻസ് കുട്ടികളുടേതാണ് എന്ന് ലൂയിജി പറയുന്നുണ്ട്. ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജനറൽ ട്രൂത്താണ് ഇവിടെ ഈ പാസേജിലൂടെ കാണിക്കുന്നുള്ളത്. കാലക്രമേണ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ജീവിതം നയിക്കാൻ മാതാപിതാക്കൾ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നുള്ളത്. അടുത്തതായി അവരുടെ മരണത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാസേജാണ് വരുന്നുള്ളത്. ഇവിടെ അമർഷ്യന് നല്ല രീതിയിൽ ക്ലിയറായി ഒരു എലക്യുവൻ്റായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം യുദ്ധത്തിൻ്റെ ഹീറോയിക് സൈഡിനെ കുറിച്ചാണ് ഇപ്രാവശ്യം സംസാരിക്കുന്നുള്ളത്. 20 വയസ്സുള്ള കുട്ടികളുടെ വികാരം പാരൻസ് പരിഗണിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. പാരൻസിന് രാജ്യത്തോട് സ്നേഹമുണ്ട്, പക്ഷേ അവരുടെ മക്കളോടുള്ള സ്നേഹം അതിലുപരിയാണ്. പക്ഷേ കുട്ടികൾ അവർക്ക് മാതാപിതാക്കളോടും സ്നേഹമുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ അവർക്ക് സ്നേഹമുള്ളത് രാജ്യത്തോടാണ്. അതുകൊണ്ട് ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ വികാരം പാരൻസ് എപ്പോഴും പരിഗണിക്കണം. ഹിസ്റ്ററി ചെറുപ്രായത്തിൽ മരിക്കുന്നതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. എന്തുകൊണ്ടെന്നാൽ ചെറുപ്പത്തിലേ മരിക്കുന്ന ഒരാൾക്ക് അവൻ ജീവിതത്തിൻ്റെ വൃത്തികെട്ട വശങ്ങളൊന്നും അനുഭവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ നിസ്സാരമായതും കൈപ്പേറിയതുമായ നിരാശകളും ഒന്നും തന്നെ അവൻ അനുഭവിക്കുന്നില്ല. ഒരു സോൾജിയറായി മരിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ എൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എൻഡിങ്. അതിലൊരു പാസഞ്ചർ പറയുന്നുണ്ട്, എനിക്കെൻ്റെ മകൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം വിഷമത്തിൽ ഇരിക്കാത്തുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും പാട്രിയോട്ടിസമും നാഷണലിസമും നിറഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ മകൻ കാരണമാണ്. ഫാക്റ്റായിട്ടുള്ള ആ പാസഞ്ചറിൻ്റെ വാക്കുകൾ ആ സ്ത്രീക്ക് കൂടുതൽ അതിശയിപ്പിച്ചു. തങ്ങളുടെ രാജാവിനും രാജ്യത്തിനും വേണ്ടി മക്കളെ വിട്ടുകൊടുക്കുന്ന പാരൻസും ഈ ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന സത്യം അവൾ മനസ്സിലാക്കി. ഇതുവരെ അറിയാത്ത ഒരു ലോകത്തേക്ക് ഇറങ്ങിപ്പോയതായി അവൾക്ക് തോന്നി. ഇതൊക്കെ കേട്ടപ്പോൾ ആ സ്ത്രീക്ക് അവളോട് തന്നെ ഒരു പശ്ചാത്താപം തോന്നിപ്പോയി. കാരണം മറ്റുള്ളവരെ പോലെ രാജ്യസ്നേഹം തോന്നാത്തതിൽ അവളൊരു കൈൻഡല്ലാത്ത ഒരു നല്ല മനുഷ്യനല്ല എന്ന് അവൾക്ക് തോന്നിപ്പോയി. പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെ അവൾ ആ മനുഷ്യനോട് ചോദിച്ചു, ശരിക്കും തൻ്റെ മകൻ മരിച്ചോ? ഈ ഒരു പോയിന്റ് ബ്ലാക്ക് ക്വസ്റ്റ്യനിൽ ആ മനുഷ്യന് ഞെട്ടിപ്പോയി. യാഥാർത്ഥ്യം അവനിൽ തെളിഞ്ഞു. ഇപ്പോഴാണ് അവന് റിയാലിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. തൻ്റെ മകൻ മരിച്ചു, എന്നേക്കുമായി പോയി എന്ന സത്യം അവനെ തകർത്തു. അവൻ്റെ മുഖം ചുളിഞ്ഞു. അൺകൺട്രോളബിളായി അവൻ കരയാൻ തുടങ്ങി. ഈ വേദന അനുഭവിക്കുന്നവർ അവർ സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേൾഡ് ഓഫ് ഇല്യൂഷന് അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ മനസ്സിൽ വിചാരിച്ചത് സത്യമാക്കി കളയുന്നുണ്ട്. അതായത് റിയാലിറ്റിയെ അവർ മറച്ചു പിടിക്കുന്നുണ്ട്. യുദ്ധത്തിനെ കുറിച്ചുള്ള പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിച്ച് ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. രാജ്യം സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഓരോ യങ്സ്റ്റേഴ്സിൻ്റെയും അവരുടെ രാജ്യത്തോടുള്ള സ്നേഹം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കരയാതെ പിടിച്ചു നിന്നതും. ഒരു സോൾജിയറിൻ്റെ മരണത്തിന് മുമ്പിൽ ആരും കരയാൻ പാടില്ല. പക്ഷേ ആ സ്ത്രീയുടെ ചോദ്യത്തിന് മുന്നിൽ ഹി ബ്രേക്സ് ഡൗൺ. വാറിൻ്റെ ഭീകരത ഒരു സാധാരണ മെൻ ആൻഡ് വിമണ് അനുഭവിക്കുന്ന വേദനേറിയ അവരുടെ ട്രോമയാണ് ഈ ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ബ്രേക്സ് ഡൗൺ. അത് അവരെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇറ്റ് ഈസ് ഹാർഡ് ടു ബിയർ. അത് സഹിക്കാൻ പറ്റാത്ത ഒന്നായി മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് എസ്സേൻ്റെ സമ്മറി. Hope you understand. Please like, share and subscribe. Thank you all. Bye.